നോക്കൂ, 20 വർഷമായി ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അതിനിടയ്ക്ക് ഒരു വർഷമോ മറ്റോ ജിതിൻ കുമാർ മാഞ്ചി വന്നു, ശരി. പക്ഷേ 20 വർഷമായി തുടരുന്ന ഒരു അധികാര കേന്ദ്രം, അതിപ്പോഴും ആളുകൾ മടുത്തിട്ടില്ല. ആളുകൾക്കിഷ്ടം ആ ഭരണ നേതൃത്വത്തെയാണ് എന്നു വരികിൽ ആ സംസ്ഥാനം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ, മറ്റു വികസന പ്രക്രിയകളിൽ അപ്പാടെ മാറി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഒരു കാലത്ത് അടിസ്ഥാന സൗകര്യം തീരെയില്ലാത്ത, വിദ്യാഭ്യാസം പോലും തൊട്ടു തീണ്ടാത്ത ഒരിടത്ത് ഇത്രമേൽ മാറ്റം വന്നതല്ലേ ഈ ചുവടുറപ്പിക്കലിന് കാരണം? ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ വളരെ പിന്നോക്കം നിൽക്കുന്നൊരു സംസ്ഥാനമാണല്ലോ. ഒരു ജംഗിൾ രാജ് നടപ്പാക്കിയൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞ 20 വർഷമായിട്ട് വൻപിച്ച മാറ്റം, വിശേഷിച്ചും കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ വികസന രംഗത്ത് അടിസ്ഥാന മേഖലയിലൊക്കെ തന്നെ വൻപിച്ച മാറ്റവും, അതുപോലെ ഒരുപാട് നമുക്കത് ഇവിടെ ആവർത്തിച്ച് പറയുന്നത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വീട്ടിലേക്ക്, അത് ഇലക്ട്രിസിറ്റി ആണെങ്കിലും വെള്ളമാണെങ്കിലും വീടാണെങ്കിലും ടോയ്ലറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എത്തുന്നു. ആ തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2020 തെരഞ്ഞെടുപ്പിലും സീമാഞ്ചൽ മേഖലയിലെ മുസ്ലിം മണ്ഡലങ്ങളിൽ BJP മുന്നണി, NDA മുന്നണി, ശേഷം ജനതാദൾ യുണൈറ്റഡിൻ്റെ ഇതിൽ പിന്തുണ ആർജിച്ചിരുന്നു. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത്, കോൺഗ്രസിന് 2 സീറ്റാകുന്ന ഒരു അതിശയമല്ല. 2010 4 സീറ്റ് മാത്രം ലഭിച്ച കോൺഗ്രസ് പാർട്ടി 2010 ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അന്ന് മൻമോഹൻ സിംഗ് ആണ്. യഥാർത്ഥ പ്രധാനമന്ത്രി സോണിയാഗാന്ധിയുമായിരുന്നു. ആ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 4 സീറ്റാണ് ലഭിച്ചത്. ഇപ്പോൾ 2 സീറ്റ് ലഭിച്ചെന്ന് പറയുന്നത് അതൊരു വലിയൊരു അതിശയമൊന്നുമല്ല. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ 6-7 വർഷങ്ങളായിട്ട് രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരായിട്ടും ജനാധിപത്യ പ്രക്രിയക്കെതിരായിരിക്കും, ഭരണഘടനയ്ക്കെതിരായിരിക്കും, നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരുമായിട്ടും നിരന്തരം കള്ള ആരോപണങ്ങൾ രാജ്യത്തെ താറടിക്കുന്ന തരത്തിൽ ആഗോളതലത്തിൽ നടത്തുന്ന രാഹുൽ ഗാന്ധിക്ക് ജനങ്ങൾ, പുതിയ തലമുറ നൽകിയ മറുപടിയാണ് ഈ രാജ്യദ്രോഹ ശക്തികൾ, രാജ്യത്തിനെതിരായ ശക്തികൾ നമ്മുടെ സമൂഹത്തിൽ വേണ്ട എന്നുള്ളത്. അതിൻ്റെ ഒരു ജനവിധിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം ഇവിടെ നേപ്പാളും അല്ലെങ്കിൽ ബംഗ്ലാദേശും ശ്രീലങ്കയും സ്വപ്നം കാണുന്ന ഒരു രാഹുൽ ഗാന്ധിയല്ല. ഇന്ത്യൻ എക്കോണമി, ഏറ്റവും വൈബ്രൻ്റായ ഇന്ത്യൻ എക്കോണമി, ഡെഡ് എക്കോണമി എന്ന് പറയുന്നൊരു പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിക്ക് 2 സീറ്റ് കിട്ടിയാൽ എന്ത് അതിശയമാണുള്ളത്? 40-45 ദിവസമായിട്ട് ശമ്പളം കിട്ടാതെ അമേരിക്കയിലെ 14 ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ലാത്തൊരവസ്ഥ, ആ വ്യവസ്ഥയെ മാതൃകയാക്കുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യൻ എക്കോണമി ഡെഡ് എന്ന് പറഞ്ഞതാണ്. ആ തരത്തിൽ ഈ കോൺഗ്രസിൻ്റെ പരാജയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വോട്ട് ചോറല്ല. കോൺഗ്രസ് നേതാക്കൾ, നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിലെ സമുന്നതരായിട്ടുള്ള വ്യക്തിത്വമുള്ള, കഴിവുള്ള, യങ്ങായിട്ടുള്ള നേതാക്കൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാഹുൽ ഗാന്ധിയുടെ കുടുംബാധിപത്യത്തിനെതിരായിട്ടും ശൈലിക്കുമെതിരായിട്ട് പുറത്തു പോയിട്ടുണ്ട്. ശരിക്കും നേതാക്കളുടെ ചോർച്ചയാണ് നമ്മൾ ചേർത്തത്. എനിക്ക് ശ്രീകുമാറിനോട് പറയേണ്ടത്, കോൺഗ്രസ് പാർട്ടിയുടെ ഓരോ സംസ്ഥാനം, എനിക്ക് സമയം തരാണെങ്കിൽ എൻ്റെ കയ്യിൽ ലിസ്റ്റുണ്ട്, ഓരോ സംസ്ഥാനത്ത് നിന്നും കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ വളരെ ചെറുപ്പക്കാരായ നേതാക്കൾ. കേരളത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ശശി തരൂർ ഇങ്ങനെ ഡോറിൽ നിൽക്കുകയാണ് പുറത്തു പോകാനായിട്ട്. ഇപ്പോൾ തന്നെ BJPയുടെ വക്താക്കളായിട്ട് വന്നു നിൽക്കുന്ന പല ആളുകളും ഇപ്പോൾ കേരളത്തിൽ തന്നെ ശ്രീ കരുണാകരൻ്റെയും ആൻ്റണിയുടെയും കുടുംബത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് കോൺഗ്രസ്സിലില്ല. ആ തരത്തിൽ കോൺഗ്രസിൻ്റെ ക്ഷയത്തെ മാറ്റി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം ഒരു കുടുംബത്തിൽ സമർപ്പിച്ചുകൊണ്ട്, നേരത്തെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുകയുണ്ടായി, നെഹ്റു കുടുംബം രാജ്യത്തിന് നൽകിയ സമർപ്പണം, അവർ നൽകിയ ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണക്ക് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രപിതാവിൻ്റെ കുടുംബത്തിന് നമ്മൾ രാജ്യം എന്താണ് കൊടുത്തത്? അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഇന്നും ഒരു കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ, ടാലൻ്റ് എന്നൊരു സാധനം ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിലില്ല. ഇപ്പോൾ നമ്മൾ പറയുന്നു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും മല്ലികാർജ്ജുന ഖാർഗെയെക്കുറിച്ച് വരാറുണ്ടോ? മുഴുവനും രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയതിന് ശേഷം രാഹുൽ ഗാന്ധി എത്ര വിദേശ സന്ദർശനങ്ങൾ നടത്തി? നമ്മുടെ രാജ്യത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി വിദേശ സന്ദർശനം നടത്തുന്നത് ഓക്കെ, നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അതുപോലെയാണോ ഒരു ബീഹാറിനെ ഒരു പരിധിവരെ അദ്ദേഹം ഇളക്കിമറിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരാൾ അതിനുശേഷം 53 വർഷം, അതിൽ വലിയൊരു ശതമാനം ദിവസം രാജ്യത്തിലേ ഇല്ലായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അദ്ദേഹം സുവാസത്തിന് പോകുന്നു. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനോ ഇന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ എവിടെയാണുള്ളത് അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് എവിടെയുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഈ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളിന് വേണ്ടിയിട്ട് അതിൻ്റെ വക്താക്കളായി വേണ്ടി നാണം കെട്ട തരത്തിൽ ന്യായീകരിക്കുന്നത് എന്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ നമ്മൾ പറയുന്നത്? കാരണം എന്ത് SIR സംവിധാനം നടപ്പിക്കഴിഞ്ഞാൽ ഏതാണ്ട് 30% പേര് വോട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ 70 അല്ലെങ്കിൽ 71% പേര് വോട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? 30% പേര് വോട്ട് ചെയ്തിട്ടില്ല. അപ്പം വോട്ടേഴ്സ് ലിസ്റ്റിൽ എല്ലാവരും വന്ന് വോട്ട് ചെയ്തിട്ടില്ല. അപ്പം കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾക്ക് എന്തുകൊണ്ട് അത്തരം ആൾക്കാരെ വോട്ട് ചെയ്യാൻ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? അപ്പോൾ ആ തരത്തിൽ വസ്തുതകളെ പഠിക്കുന്നതിന് പകരം ഇപ്പം പശ്ചിമ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് പരാജയപ്പെട്ടത്, CPM എങ്ങനെയാണ് പരാജയപ്പെട്ടത്,
അല്ലെങ്കിൽ അത് അവിടെ ഒരു പ്രതിപക്ഷത്തിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യപ്പെട്ടു. അതുപോലെ ത്രിപുരയിൽ നിന്ന് CPM എങ്ങനെയാണ് പരാജയപ്പെട്ടത്. കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന എനിക്ക് ഒരർത്ഥത്തിൽ സങ്കടം തോന്നുന്നു. നമ്മുടെ വളരെ മുതിർന്ന പത്രപ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ വികലമായ ജൽപ്പനങ്ങളെ ന്യായീകരിക്കാനുള്ള ഗതികേടാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ നമ്മൾ അവഹേളിക്കുകയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടിസിപ്പേറ്ററി മെത്തേഡിലൂടെയാണ് ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉൾപ്പെടെ വരുന്നത്. വളരെ സൂക്ഷ്മമായ തരത്തിൽ സുതാര്യമായ രീതിയിൽ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ആഗോള സമൂഹത്തിൻ്റെ മുന്നിൽ, ഉദാഹരണത്തിന് വോട്ടിംഗ് മെഷീനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ 2019 ശേഷം. എല്ലാ തരത്തിലുള്ള ക്യാമ്പയിനിങ് നടത്തി ഇലക്ഷൻ കമ്മീഷൻ വെല്ലുവിളിച്ച് ഒരാൾ പോലും തിരിഞ്ഞു. ഇവിടെ നേരത്തെ പറയുന്നത് IIT എക്സ്പെർട്ടുകൾ ആരെങ്കിലും അത് വെല്ലുവിളി ഏറ്റെടുത്തോ? ഇല്ല. അതിനുശേഷം സുപ്രീം കോടതി റിജക്റ്റ് ചെയ്യാണ്. SIR-നെതിരെ സുപ്രീം കോടതിയിൽ പോയി. എല്ലാ നല്ല കാര്യങ്ങൾക്കെതിരെയും ലീഗൽ ബാറ്റിൽ നടത്തുകയും അവസാനം ഇപ്പോൾ എല്ലാ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷന് വയ്ക്കുകയാണ്. ഇവിടെ നമ്മൾ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനാപരമായിട്ട് ഇന്ന് ബീഹാറിലൊരു സീറോ ആയിട്ടുള്ളൊരു പാർട്ടിയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം പെരുപ്പിച്ച് കാണിക്കുന്നത് പോലെയല്ല ഈ മാധ്യമ പ്രവർത്തകർ സ്വകാര്യ സംഭാഷണത്തിൽ അവിടുത്തെ യാഥാർത്ഥ്യം പറയും. ഒരു ബൂത്തിൽ പോലും ഇപ്പോൾ രണ്ടാമത് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പരാതി വന്നിട്ടില്ല. ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഇത്രയും സമാധാനപൂർണ്ണമായ ഒരു ഇലക്ഷൻ നടക്കുന്ന ആദ്യമായിട്ടാണ്. നമുക്കറിയാം പഴയ കാലങ്ങളിൽ ബൂത്ത് ക്യാപ്ചറിങ്ങിനൊക്കെ അന്ന് NDTV-യിലൊക്കെ ഇത് വളരെ വിശാലമായിട്ട് ലൈവ് കണ്ടിട്ടുള്ളതാണ് ഞാനൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ സുതാര്യമായ രീതിയിൽ അങ്ങനെ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അനീതി നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 17C എന്ന് പറഞ്ഞ് ബൂത്ത് ലെവലിൽ നമുക്ക് നല്ല വോട്ട് അക്കൗണ്ട്, ആ വോട്ട് അക്കൗണ്ടും ഇന്നലെ എണ്ണിയ സമയത്തുള്ള വോട്ട് അക്കൗണ്ട് തമ്മിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉള്ളതായിട്ട് RJD-യുടെ കോൺഗ്രസിൻ്റെ വക്താക്കൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു പരാതി ചെന്നിട്ടില്ല. SIR-നെതിരെ പരാതി ചെന്നിട്ടില്ല. അവർ നിയമപരമായ പോരാട്ടത്തിൽ വിജയിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അതിനുശേഷം ഒരു മാസം ആ വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിച്ച സമയത്ത് ഡ്രാഫ്റ്റിനെതിരായി പരാതിയുണ്ടെങ്കിൽ സമർപ്പിക്കാനുള്ള കാലാവധി സമയത്ത് അദ്ദേഹം 53 ദിവസം സുഖവാസത്തിന് പോയ നേതാവാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുന്ന തരത്തിലേക്ക് ഒരു കുടുംബാധിപത്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന നീചമായ ഈ ക്യാമ്പയിനിങ്ങെതിരായ ഒരു ജനവിധിയാണ് ബീഹാറിൽ കണ്ടത്. അത് തീർച്ചയായിട്ടും ഇതൊരു പുതിയ വിധിയെന്ന് ഞാൻ പറഞ്ഞു. 2010 206 സീറ്റുകൾ നേടി വിജയിച്ച ഒരു പാരമ്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പരാജയത്തെ നമ്മൾ പറയുമ്പോൾ 2010 4 സീറ്റ് കിട്ടിയ പാർട്ടിക്ക് 2025 2 സീറ്റിലേക്ക് ഒതുങ്ങുന്നെന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ സംഘടനാപരമായ പൂർണ്ണമായ പരാജയമാണ്. അത് ഒരു പുതിയ രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മുടെ ഒരു ആസ്പിറേഷണൽ പോളിറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ പോളിറ്റിക്സിലേക്ക് പുതിയ തലമുറ മാറുകയാണ്. ബീഹാറിലെ യുവജനങ്ങൾ മാറുകയാണ്. അവർ നേപ്പാളിനെയും അല്ലെങ്കിൽ ബംഗ്ലാദേശിനെയും ശ്രീലങ്കയും അല്ല മാതൃകയാക്കാൻ പോകുന്നത്. ശ്രീ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ രാജ്യം മുന്നോട്ട് വെച്ച വികസന പാതയിലൂടെ മുന്നോട്ട് കുതിക്കുന്നതിനുള്ള ഒരു ബാലറ്റ് കൊടുത്തു എന്നുള്ളത് അതിനുള്ളൊരു മാൻഡേറ്റാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രതിപക്ഷം ചെയ്യേണ്ടത് ഈ മാൻഡേറ്റിനെ മാനിക്കുകയും സ്വയം ആത്മപരിശോധന നടത്തുകയും എവിടെയാണ് തെറ്റുപറ്റിയെന്നുള്ളതും സംഘടനാപരമായ തലത്തിലുള്ള കാര്യങ്ങൾ ജാർഖണ്ഡ് മുക്തി മോർച്ചയെ പോലും പുറത്താക്കിയതാണ്. ഇപ്പം നമ്മുടെ ബീഹാറിൻ്റെ ചരിത്രത്തിൽ എല്ലാ കാലത്തും കോൺഗ്രസ് മുന്നണിയിൽ അല്ലെങ്കിൽ JDU മുന്നണിയിൽ RJD മുന്നണിയിലുള്ളത് JMM പോലെയുള്ള പാർട്ടികൾക്ക് സീറ്റ് കൊടുക്കുമായിരുന്നു. കാരണം അവർക്ക് കുറേ 10-15 മണ്ഡലങ്ങളിൽ വോട്ട് ഉള്ളതാണ്. ഇത്തവണ ആ പാർട്ടിക്ക് പോലും വോട്ട് കൊടുക്കാതെ എല്ലാ തരത്തിലുമുള്ള മിസ്മാനേജ്മെൻറ്റ് നടത്തിയതിന് ശേഷം റിസൾട്ട് വരുമ്പോഴത്തേക്കും വ്യവസ്ഥിതിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ദയവായി ഈ ശ്രീകുമാർ സാറിനെ പോലെയുള്ള മുതിർന്ന പത്രപ്രവർത്തകർ ഇതുപോലെയുള്ള ക്യാമ്പയിനിങ്, ജനാധിപത്യത്തെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ക്യാമ്പയിനിങ്ങിന് കൂട്ടുനിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം രാഹുൽ ഗാന്ധിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗുണം ചെയ്യില്ല.